കാട്ടാനയുടെ ആക്രമണത്തിൽ നിന്നും KSEB ഉദ്യോഗസ്ഥൻ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. കോതമംഗലത്തെ KSEB ഓവർസിയറും കുട്ടമ്പുഴ സ്വദേശിയുമായ ജിജോ സി വർഗീസാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ടത്. ഇദ്ദേഹം ജോലിക്ക് വരും വഴിയാണ് തട്ടേക്കാടിനും പുന്നേക്കാടിനുമിടയിൽ കളപ്പാറയിൽ വെച്ച് കാട്ടാന ആക്രമിച്ചത്. ആക്രമണത്തിൽ ഇദ്ദേഹത്തിന്റെ സ്കൂട്ടർ പൂർണ്ണമായും തകർന്നു. തിങ്കളാഴ്ച വൈകിട്ട് 7:30ഓടെയാണ് സംഭവം. കുട്ടമ്പുഴ സ്വദേശിയും കോതമംഗലം ഇലക്ട്രിക്കൽ സെക്ഷൻ നമ്പർ 1-ൽ ഓവർസിയറുമായ ജിജോ നൈറ്റ് ഡ്യൂട്ടിക്കായി ഓഫീസിലേക്ക് എത്തും വഴിയാണ് കാട്ടാനയുടെ ആക്രമണമുണ്ടായത്. തട്ടേക്കാടിനും പുന്നേക്കാടിനും ഇടയിൽ കളപ്പാറയ്ക്ക് സമീപത്ത് വെച്ച് ഇദ്ദേഹത്തെ കാട്ടാന ആക്രമിക്കുകയായിരുന്നു. ആന റോഡിലേക്ക് എത്തുന്നത് കണ്ട് സ്കൂട്ടർ ഉപേക്ഷിച്ച് പിറകിലേക്ക് ഓടിയ ജിജോ സമീപത്ത് തന്നെ ക്യാമ്പ് ചെയ്തിരുന്ന RRT സംഘത്തെ വിവരമറിയിച്ചു. ഈ സമയം ആന ജിജോയുടെ സ്കൂട്ടർ തകർത്തു. കാട്ടാനയുടെ ആക്രമണത്തിൽ സ്കൂട്ടർ പൂർണ്ണമായും തകർന്നു. തുടർന്ന് RRT സംഘം ബഹളം വെച്ച് ആനയെ കാട്ടിലേക്ക് തുരത്തി. പരിക്കുകളൊന്നും ഏൽക്കാതെ അത്ഭുതകരമായാണ് ജിജോ രക്ഷപ്പെട്ടത്. തട്ടേക്കാട് പുന്നേക്കാട് റോഡിൽ ഒരു 7:40 ആയി കഴിഞ്ഞപ്പോഴാണ് ഞാൻ വണ്ടിയിൽ വരുമായിരുന്നു. തൊട്ട് മുമ്പിൽ ആന ഒരു ബോൾ വന്ന് ചാടുന്ന പോലെ വരികയും ആന റോഡിൽ നിന്ന് വട്ടം തിരിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് പന്തിയല്ലാന്ന് തോന്നി. ആന പന്തുരുളണമാര് വിട്ടു. അപ്പോൾ എൻ്റെ പുറകെ ഓടി ജോലി ചെയ്ത വണ്ടിയാണ് എന്നെ ആ സമയത്ത് രക്ഷിച്ചത്. ഞാൻ 20 മീറ്റർ ഓടി ഓടേണ്ട വന്നു. സംഭവത്തെ തുടർന്ന് ഇദ്ദേഹത്തെ RRT സംഘം കോതമംഗലത്തെ KSEB ഓഫീസിൽ കൊണ്ടുവന്ന് വിടുകയായിരുന്നു. നിരവധി തവണ വനമേഖലയിലൂടെ ജോലിക്കായി പോയിട്ടുണ്ടെങ്കിലും ധാരാളം ആനകളെ തൊട്ടടുത്ത് തന്നെ കാണാൻ സാധിച്ചിട്ടുണ്ടെങ്കിലും തന്റെ നേർക്ക് ആദ്യമായാണ് ഒരു കാട്ടാന ആക്രമണം ഉണ്ടാകുന്നതെന്ന് ജിജോ പറയുന്നു. പുന്നേക്കാട് മുതൽ തട്ടേക്കാട് വരെയുള്ള ഭാഗത്ത് കാട്ടാനകളുടെ സാന്നിധ്യം കുറച്ച് ദിവസമായി പതിവാണ്. ഇക്കാരണം കൊണ്ട് തന്നെ RRT സംഘം ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.